വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്തവരുടെ യോഗം ഇന്നാണ്. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ കർണാടക സർക്കാരിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കും. വീട് വെച്ചു നൽകാൻ താൽപ്പര്യമറിയിച്ച സന്നദ്ധ സംഘടനകളും യോഗത്തിനെത്തും. അതേസമയം മന്ത്രിസഭാ യോഗവും ഇന്ന് ചേരും. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, ഈ യോഗം കഴിഞ്ഞാണോ മന്ത്രിസഭാ യോഗം? അങ്ങനെയെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനം വരികയും അത് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും, അങ്ങനെ പ്രതീക്ഷിക്കണം. കൃഷ്ണരാജ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തവരുടെ പ്രതിനിധികളുമായിട്ടുള്ള യോഗം ഇത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നുണ്ട്. റവന്യൂ മന്ത്രി അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, നേരത്തെ ഈ വീട് വെച്ച് നൽകാമെന്നുള്ള വാഗ്ദാനം നൽകിയ 100 പേർക്ക് വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകിയ കർണാടക സർക്കാരിനോട് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതികരണം വളരെ മോശമായിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിലൊരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല തുടങ്ങിയിട്ടുള്ള വലിയ വിമർശനങ്ങളൊക്കെ കേട്ടതാണ്. ആ വിമർശനങ്ങൾക്കൊടുവിലാണ് ഇങ്ങനെ ഒരു യോഗം ചേരുന്നത് എന്നുള്ളതാണ്. കർണാടക സർക്കാരിൻ്റെ പ്രതിനിധി, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി, രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധി തുടങ്ങിയിട്ടുള്ള ആളുകൾ വയനാട് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന യോഗത്തിൽ ചേരുമെന്നുള്ളതാണ്. പ്രധാനമായും നിലവിലത്തെ സർക്കാരിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ പദ്ധതിയുമായി സഹകരിച്ച് എങ്ങനെയാണ് ഈ വീട് നിർമ്മാണവുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് സർക്കാർ ആലോചിക്കുന്നത്. പരമാവധി ആളുകളെ ഈ രീതിയിൽ ഈ വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി, പ്രത്യേകിച്ച് സർക്കാരിന്റെ ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ ഭാഗമായി മാറ്റാനുള്ള ആലോചനകളാണ് നടക്കുന്നത്. അതിന് ഈ പറയുന്ന രീതിയിൽ ഇവർ സഹകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് കർണാടക സർക്കാരിന്റെ വാഗ്ദാനമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ യാതൊരുവിധ പ്രതികരണങ്ങളും ഉണ്ടായിരുന്നില്ല. അതിലൊക്കെ വലിയ വിമർശനമൊക്കെ കേട്ട സാഹചര്യത്തിൽ സർക്കാരിന്റെ പദ്ധതിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ്, അതോ സ്വന്തം നിലയിൽ ഭൂമി ഏറ്റെടുത്ത് വീട് നിർമ്മിച്ചു നൽകാനുള്ള തീരുമാനവുമായി ഇവർക്ക് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 50-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നുള്ള വാഗ്ദാനം നൽകിയവരുടെ പ്രതിനിധികളുമായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് മന്ത്രിസഭാ യോഗവുമുണ്ട്. ഈ മന്ത്രിസഭാ യോഗവും നിർണായകവുമാണ്. പ്രത്യേകിച്ച് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട നേരത്തെ ഒരു കരട് രൂപത്തിനൊക്കെ, പ്രത്യേകിച്ച് മാസ്റ്റർ പ്ലാനുകളുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കരട് രൂപത്തിലൊക്കെ അംഗീകാരം നൽകിയിരുന്നു. അതിൻ്റെ ഒരു പൂർണ്ണ അംഗീകാരം ഈ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് വീടുകളുടെ രൂപരേഖ അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഇന്നുണ്ട്. 1000 സ്ക്വയർ ഫീറ്റുള്ള ഭാവിയിൽ പുനർനിർമ്മാണത്തിന് സാധ്യതയുള്ള വീടുകളൊക്കെയായിരുന്നു കഴിഞ്ഞ യോഗത്തിൽ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്. അത് പൂർണ്ണമായും അതിൻ്റെ രൂപരേഖ അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നൊരു അന്തിമ നിലപാടുണ്ടാകും. ഈ നിലപാടും മുഖ്യമന്ത്രി ഈ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം ഈ നിലപാടും വരുന്ന ഈ പ്രതിനിധികളുടെ യോഗത്തിൽ അറിയിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. 250 കോടിയോളം ചെലവ് വരുന്ന വലിയ 2 ടൗൺഷിപ്പുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത്. അത് സംബന്ധിച്ച് പ്രത്യേകിച്ച് ചീഫ് സെക്രട്ടറി അടക്കമുള്ള പങ്കെടുക്കുന്ന യോഗത്തിൽ ഒരു അന്തിമ രൂപമുണ്ടാകും. അതിനുശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ നമ്മളിപ്പോൾ മുൻകൂട്ടി കാണുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ടൗൺഷിപ്പ് പദ്ധതിയുമായി ഈ പറയുന്ന കർണാടക അടക്കമുള്ള വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയവർ സഹകരിക്കുമോ എന്നുള്ളതാണ്. അത് സ്വന്തം നിലയ്ക്ക് സ്വന്തമായി ഈ രീതിയിൽ വീട് വെച്ച് നൽകാനുള്ള ഒരു താല്പര്യം അവർ കാണിക്കുമോ എന്നുള്ളതാണ്. എന്തായാലും ക്യാബിനറ്റ് യോഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, ഏത് തരത്തിലുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്, അതിന്റെ രൂപരേഖ എന്ത്, തുടർന്ന് അതിന് എത്രത്തോളം നിർമ്മാണ ചെലവുകൾ വരും, ഒപ്പം ആരെയാണ് ഈ നിർമ്മാണം ഏൽപ്പിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ ധാരണ എന്നുണ്ടാക്കും. നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായിട്ട് തന്നെയായിരിക്കും സർക്കാർ ഈ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ കരാറിലേക്ക് പോകാനുള്ള സാധ്യത. അതും ഈ പറയുന്ന രീതിയിൽ 12 മണിക്ക് ഉച്ചയ്ക്ക് മുൻപ് ചേരുന്നു. ഉച്ചയ്ക്ക് മുൻപ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവ്. ഉച്ചയ്ക്ക് മുൻപ് ചേരുന്ന ഈ രീതിയിൽ വീട് വെച്ച് നൽകാമെന്ന് പറയുന്ന പ്രതിനിധികളുടെ അവരുമായിട്ടുള്ള യോഗത്തിൽ മുഖ്യമന്ത്രി ഇത് പങ്കുവെക്കും. അതിനുശേഷം ഒരു പ്രഖ്യാപനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഇന്ന് കാണുന്നുണ്ട്. കൃഷ്ണരാജ്, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. അതായത് വയനാട്ടിൽ ദുരന്തം നേരിട്ടവരുടെ പുനരധിവാസം ഇനിയും സാധ്യമായിട്ടില്ല. വീട് വെച്ച് കൊടുക്കാമെന്ന് പല സന്നദ്ധ സംഘടനകൾ, കർണാടക സർക്കാരൊക്കെ പറഞ്ഞു. അപ്പോൾ അത് അന്തിമ തീരുമാനമെടുക്കാനുള്ളൊരു യോഗം ഇന്ന് ചേരുകയാണ്. അതിൻ്റെ വിവരങ്ങളാണ് പ്രജിത്ത് നൽകിയത്.